ദൈവനാമത്തിനു മഹത്വമുണ്ടാകട്ടെ. ഞാൻ ജോനസ് ടെസ്റ്റമിൻ കാക്കനാട് CSA അസെൻഷൻ ചർച്ച് സഭാംഗമാണ്. ജേർണി ത്രൂ ദ സാൻസിൻ്റെ 133-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 78-ാം അധ്യായം 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. 78-ാം സങ്കീർത്തനം ആസാഫിൻ്റെ ധ്യാനമാണ്. ഇതിൽ പുരാതന കഥകളെ പ്രസ്താവിക്കുന്നു. തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ഷാഠ്യവും മത്സരവും ഉള്ള തലമുറയായി മാറാതെ വരുവാനുള്ള തലമുറ ദൈവത്തിൽ ആശ്രയിക്കുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും ചെയ്യുവാൻ അവരോട് യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിക്കുന്നതാണ് ഇതിൻ്റെ ഉള്ളടക്കം. 9-ാം വാക്യത്തിൽ ദൈവത്തോട് ധിക്കാരം കാണിക്കുന്ന എഫ്രയീമ്യരെയാണ് കാണുന്നത്. അവർ ദൈവത്തെ മറന്ന് അവൻ്റെ നിയമം പ്രമാണിക്കാതെ ന്യായപ്രമാണം ഉപേക്ഷിച്ചു നടന്നു. അവൻ്റെ പ്രവൃത്തികളെയും അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു. 12-ാം വാക്യം തുടങ്ങി അവൻ്റെ അത്ഭുതങ്ങളെ വിവരിക്കുന്നു. എങ്കിലും ദൈവത്തോട് പാപം ചെയ്യുകയും പരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് അവരോട് കോപിക്കുന്ന ദൈവത്തെയാണ് കാണുന്നത്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.